എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവകുമാർ നെയ്യാറ്റിങ്കര. ഞാൻ ഇന്നിവിടെ സ്വാഗതം ആശംസിക്കുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് വിവരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാമെന്ന് ആലോചിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു 10-30 വർഷത്തിന് മുമ്പ് തന്നെ ഇടതുകാലിൻ്റെ പാദത്തിൽ വെച്ച് ഒടിഞ്ഞുപോയി. അപ്പോൾ അത് കുറേ കാലം ചികിത്സ വേണ്ടി വന്നു. അതിൻ്റെ കമ്പിയൊക്കെ ഇട്ടു. അതൊരുവിധം രക്ഷപ്പെട്ട് എണീറ്റു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വലത് കാലിൽ ഒരു ആക്സിഡൻറ്റിൽ മുളങ്കാലിൽ വെച്ച് 2ആയിട്ട് ഒടിഞ്ഞു പോയി. അതേതാണ്ട് ഒരു വർഷത്തോളം പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും റെഡിയായി വന്നപ്പോഴത്തേക്ക് 1.5 വർഷം എടുത്തു. അവിടെയും തീർന്നില്ല. വാരിയെല്ലിൻ്റെ 2 എല്ലൊടിഞ്ഞു, ചെറിയ 2 എല്ല്. അത് നാഗർകോവിലെ ഹോസ്പിറ്റലിൽ കിടന്നു. അതിൻ്റെയും ചികിത്സ 3 മാസത്തെ റെസ്റ്റ് ആവശ്യം വന്നു. ഇവിടെയെല്ലാം കണ്ടമാനം ഗുളികകൾ കഴിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോഴൊന്നും എനിക്ക് ഈ യൂറിൻ തെറാപ്പിയോ ഇതിനെക്കുറിച്ചൊരു വിവരമില്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഒരു വർഷമായി കാണും. കഴിഞ്ഞ ഫെബ്രുവരി 18-ാം തീയതി ഞാൻ വെൽഡിങ് പണി ചെയ്യുന്ന ഒരു കക്ഷി കൂടെയാണ്. അപ്പം കയ്യിൽ നിന്ന് കട്ടർ തെറിച്ച് വീണു, ലിഗമെൻ്റ് കട്ടായി, കാല് കട്ടായി പോയി. അതിപ്പോൾ അടുത്ത കാലത്തായതുകൊണ്ട് എനിക്ക് യൂറിൻ തെറാപ്പി നല്ല ബോധമുണ്ടായിരുന്നതുകൊണ്ടും അത് യൂറിൻ വെച്ച് കെട്ടിയാണ് ആ കാലിൻ്റെ വ്രണം കരിച്ചതെന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. അക്കാര്യത്തിൽ എൻ്റെ കുടുംബക്കാരും എൻ്റെ ഭാര്യയും മകളും ഒക്കെ വളരെ വിയോജിപ്പിലായിരുന്നുവെങ്കിലും അത് സ്റ്റിച്ചുണ്ടായിരുന്നു. 20 ദിവസം കഴിഞ്ഞാണ് സ്റ്റിച്ചെടുത്ത അന്ന് മുതൽ യൂറിൻ വെച്ച് കെട്ടുമായിരുന്നു. ആദ്യം കുറച്ച് ദിവസം ഫ്രഷ് യൂറിൻ കെട്ടി, പിന്നെ പഴകിയ യൂറിൻ വെച്ച് കെട്ടി. അത് 2 മാസമായപ്പോൾ തന്നെ അത് കരിഞ്ഞു. ഇപ്പോഴത് പൂർണ്ണമായി കരിഞ്ഞൊരു നിലയിലാണ്. അങ്ങനെ ഒത്തിരി ആക്സിഡൻറ്റുകളും മുറിവുകളും ഈ ഒരു 5 വർഷമായി ഒരു വെൽഡിങ്ങിന് വേണ്ടി തന്നെ ഒരു നാടൻ പശു, എനിക്ക് നാടൻ പശുവും കൃഷിയൊക്കെ ഉള്ള കൃഷിയാണ്, നാടൻ പച്ചക്കറി കൃഷികളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു നാടൻ പശു വാങ്ങി എരുത്തിൽ വയ്ക്കാൻ വേണ്ടി അവിടുത്തെ വെൽഡിങ് പണി നടക്കുമ്പോൾ ഒരു താബൂക്ക് കല്ല്, സിമൻറ്റ് കല്ല് വീണു. എൻ്റെ ഒരു വിരൽ പോയി, നഷ്ടമായി പോയി. അതിനും കഴിച്ചു കുറേ ഗുളികൾ. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ 2022 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, 2 ബ്ലോക്ക് മാറ്റി. അത് കഴിഞ്ഞ് 2022 മെയ് മാസം 14-ാം തീയതിയാണ് ദേശീയ സമ്മേളനം നടക്കുന്നത് വിതിരയിൽ വെച്ച്. അപ്പോൾ അതിനു മുമ്പ് കൊല്ലം തുളസി സാറിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടു. ആ മെസ്സേജ് എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. ഈ കച്ചിത്തുരുമ്പിലും വെള്ളത്തിൽ മുങ്ങി താഴാൻ പോകുന്നവൻ കച്ചിത്തുരുമ്പിലും പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ കയറി പിടിച്ചു യൂറിൻ തെറാപ്പിയിലോട്ട്. അങ്ങനെ യൂറിൻ കഴിച്ചു തുടങ്ങി. പക്ഷെ 14-ാം തീയതി ദേശീയ സമ്മേളനത്തിന് പോയപ്പോഴാണ് വിജയൻ നായർ എന്ന് പറഞ്ഞ കക്ഷി, അന്ന് ഞാൻ ആദ്യമായി പരിചയപ്പെട്ടിരുന്നു. പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല, ഗൾഫിലാണ്. പുള്ളി ഇന്ന് ഈ സമ്മേളനത്തിന് ഉണ്ടാകുമായിരുന്നു. ബിസിനസ്പരമായ ആവശ്യത്തിന് പുള്ളി പോയിക്കുകയാണ്. അദ്ദേഹത്തെ ഓർക്കാതെ നമുക്ക് ഈ സമ്മേളനം കടന്നു പോവില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കുകയാണ്. അദ്ദേഹമാണ് ക്ലാസ് തന്നിട്ടുള്ളതും തുടർന്നുള്ള ക്ലാസ്സുകൾ അരവിന്ദാക്ഷ സാറിൻ്റെ ക്ലാസ്, തുളസി സാറുമായിട്ടുള്ള നിരന്തര ബന്ധം. അങ്ങനെ യൂറിൻ കഴിച്ച് ഈ 12ഓളം ഗുളിക എനിക്കുണ്ടായിരുന്നു ഈ ഹാർട്ടിന്. അത് നിർത്തി. ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. ഇൻസുലിൻ മാത്രം കുറച്ച് എടുക്കുന്നുണ്ട്, ഡോസ് കുറച്ച്. ഷുഗർ പേഷ്യൻ്റാണ്, 26 വർഷമായി. പക്ഷേ ഇപ്പോൾ കുറച്ചു. അങ്ങനെയുള്ളൊരു അനുഭവമാണ് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ പറഞ്ഞതിനെ വിശദമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കർത്തവ്യത്തിലൂടെ കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം പറയേണ്ടത് സുന്ദർജിക്കാണ്. സുന്ദർജിയെ നിങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. പുള്ളി ഒരു സജീവ യൂറിൻ തെറാപ്പി പ്രവർത്തകനാണ്. അതിനു പുറമെ നമ്മുടെ ബുദ്ധവാര കൂട്ടായ്മയെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു നേതാവാണ്. പുള്ളിയെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന, ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ നെടുന്തൂണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുന്ദർജി
നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറഞ്ഞ മനസ്സുള്ള ഒരു പച്ച മനുഷ്യനാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എൻ്റെ പേരിലും വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ പേരിലും സ്വാഗതം അർപ്പിക്കുകയാണ്. അടുത്തതായി സ്വാഗതം പറയേണ്ടത് എം കെ ബാലകൃഷ്ണൻ സാറിനാണ്. ബാലകൃഷ്ണൻ സാറ് നമ്മുടെ വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പുള്ളി ആ കർത്തവ്യം വളരെ കൃത്യമായും സത്യസന്ധതയോടെയും നിർവഹിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഫോൺ ചെയ്യുകയും വിളിച്ചു ചോദിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ബാലകൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് ബൈജു ഗംഗാധരൻ. പുള്ളിക്കാരൻ ഇവിടെ ഒരു സജീവ പ്രവർത്തനം, തൃശ്ശൂർക്കാരനാണ്. ഇവിടെ എല്ലാ കാര്യത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ പ്രമേയം ഇവിടെ അവതരിപ്പിക്കും. നമ്മുടെ യൂറിൻ തെറാപ്പിയെക്കുറിച്ചുള്ള ഒരു നല്ല പ്രമേയം അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മളെല്ലാം ഇനി അടുത്ത ഒരു ക്ലാസ്സിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ അരവിന്ദാക്ഷൻ സാറിനെയാണ്. അരവിന്ദാക്ഷൻ സാറിനെ നിങ്ങൾക്കെല്ലാവർക്കും വാട്സപ്പിലൂടെയും സൺഡേ ക്ലാസ്സിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ സാറ്. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ അങ്ങ് മുമ്പിലത്തെ ഞായറാഴ്ച 100 എപ്പിസോഡുകൾ സൺഡേ ക്ലാസ്സിന് കഴിഞ്ഞു. ലോകത്തിൽ തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായി ഒരു 5000 പേർക്ക് ഒരു ക്ലാസ് എടുത്ത ഒരാൾ അരവിന്ദാക്ഷൻ സാറായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഓരോരുത്തരുടെയും പേരിലും എൻ്റെ പേരിലും വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. അടുത്ത ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ സദസ്സിനെ ഇത്രയേറെ വലിയ ഒരു വിജയമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തർക്കും ഒപ്പം തന്നെ കഴിഞ്ഞ സെഷനിൽ ഇവിടെ പങ്കെടുത്ത നാരായണ മാഷ്, നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ കൊല്ലം തുളസി സാറ്, മറ്റ് എല്ലാ കക്ഷികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.